കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീന ജേതാക്കളായി. ഫൈനലിൽ കൊളംബിയയെ 1-0 കീഴടക്കിയാണ് അർജന്റീന ചാമ്പ്യന്മാരായത്. കോപ്പയിൽ അർജന്റീനയുടെ 16ാം കിരീടമാണിത്. സ്പെയിൻ്റെ കാർലോസ് അൽക്കാരസ് ആണ് ഈ വർഷത്തെ പുരുഷ വിംബിൾട്ടൺ ഓപ്പൺ ടെന്നീസ് ജേതാവ്. ഇതിഹാസ താരം സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെ കീഴടക്കിയാണ് അൽക്കാരസ് കിരീടം ചൂടിയത്. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ബാർബോറ ക്രോച്ച്കോവ ഈ വർഷത്തെ വിംബിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ ജാസ്മിൻ പൗളീനിയെ തോൽപ്പിച്ചാണ് ക്രോച്ച്കോവ ജേത്രിയായത്. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസങ്ങളായ ലിയാൻഡർ പേസും വിജയ് അമൃതരാജും ഇൻ്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ. ഏഷ്യയിൽ നിന്ന് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങളായ പേസും അമൃത് രാജും. ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയ്ക്ക് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരവായ ഒളിമ്പിക് ഓർഡർ ലഭിച്ചു. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ കെൽട്രോൺ നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ടൂളുകളാണ് ഡിജി സ്മാർട്ടും കെല്ലിയും. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ്. അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ISROയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണ വിജയം. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗതയിലാണ് ATV അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വെഹിക്കിൾ റോക്കറ്റ് ഓക്സിജൻ ശ്വസിച്ച് പറന്നത്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെയും അശോക് ഹാളിൻ്റെയും പേര് മാറ്റി. ദർബാർ ഹാൾ ഇനി ഗണതന്ത്ര മണ്ഡപമായും അശോക് ഹാൾ അശോക് മണ്ഡപമായും അറിയപ്പെടും. ഒളിമ്പിക്സിൻ്റെ 33ാം പതിപ്പ് ജൂലൈ 26 പാരീസിൽ തുടങ്ങി. ഇന്ത്യയിൽ നിന്ന് 16 ഇനങ്ങളായി 117 താരങ്ങളാണ് പങ്കെടുക്കുന്നു. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണം ചൈനയ്ക്ക് ഷൂട്ടിങ്ങിൽ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ മനു ഭാക്കറിന്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് വെങ്കല മെഡൽ ലഭിച്ചത്. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിന് ശേഷം അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിക്കുന്ന മുൻ ഇന്ത്യൻ നായകനും മലയാളി ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ് പ്രഖ്യാപിച്ചു. യൂറോ കപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ചാമ്പ്യന്മാരായി. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-0 തോൽപ്പിച്ചാണ് സ്പെയിൻ ജേതാക്കളായത്. സ്പെയിൻ യൂറോ കപ്പ് നേടുന്നത് ഇത് 4ാം തവണയാണ്. ലോക്മാന്യത്തിലെ പുരസ്കാരം എഴുത്തുകാരിയും രാജ്യസഭാംഗവുമായ സുധാ മൂർത്തിക്ക്. 1 ലക്ഷം രൂപയും ഫലവും അടങ്ങുന്നതാണ് പുരസ്കാരം. ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാൻ്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കിയ ഫ്രഞ്ച് മ്യൂസിയം. പാരീസിലെ ഗ്രേവിൻ മ്യൂസിയമാണ് ഷാരൂഖ് ഖാൻ്റെ പേരിൽ സ്വർണ്ണ നാണയം ഇറക്കിയത്. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് MR രാഘവ വാര്യർക്ക് CL ജോസിനും സമർപ്പിക്കും. നിക്കോളാസ് മഡൂറോ തുടർച്ചയായി 3ാമതും വെനസ്വേലയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബിനെ UAE പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായി നിയമിച്ചു. നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രിയായി KP ശർമ്മ ഒലി അധികാരമേറ്റു. വിക്രം മിസ്രി ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി സ്ഥാനമേറ്റു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി ഉർസുല വോൺ ഡെർ ലെyen തിരഞ്ഞെടുക്കപ്പെട്ടു. 2ാം തവണയാണ് ഉർസുല ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസാണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി. വിനയ് മോഹൻ ഗ്യാത്രയെ അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിച്ചു. തുടർച്ചയായി 7 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കി. മൊറാർജി ദേശായിയുടെ 6 ബജറ്റ് അവതരണങ്ങളുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത്. തിരുവനന്തപുരം ജില്ലയുടെ പുതിയ കളക്ടറായി അനുകുമാരി ചുമതലയേറ്റു. ജെറോമിക് ജോർജിൻ്റെ പിൻഗാമിയായിട്ടാണ് അനുകുമാരിയുടെ നിയമനം. ജസ്റ്റിസ് N അനിൽകുമാറിനെ പുതിയ ലോകായുക്തയായി നിയമിച്ചു. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി മലയാളിയായ കൈലാസ് നാഥ് നിയമിതയായി. ചൈനയുടെ ചാന്ദ്ര ദൗത്യമായ ചാങ്ങി 5 ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നും ശേഖരിച്ച മണ്ണിലും പാറക്കഷണങ്ങളിലും ജലാംശം കണ്ടെത്തി. സിംബാബ്വെക്കെതിരായ T20 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ 4-1 സ്വന്തമാക്കി. ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു.
പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന MS വല്യത്താൻ അന്തരിച്ചു. തിരുവനന്തപുരത്ത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വല്യത്താൻ 20 വർഷത്തോളം അതിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്നു. നിർമ്മാതാവും സംവിധായകനുമായ അരോമമണി എന്ന M. മണി അന്തരിച്ചു. പ്രശസ്ത കവിയും അധ്യാപകനുമായ പ്രൊഫസർ KK ഹിരണ്യൻ അന്തരിച്ചു. അമേരിക്കൻ ഹാസ്യ സാമ്രാട്ടും ഗ്രാമി പുരസ്കാര ജേതാവുമായ ബോബ് ന്യൂഹാർട്ട് അന്തരിച്ചു. വിഖ്യാത ഐറിഷ് എഴുത്തുകാരി എഡ്ന ഓബ്രയോൻ അന്തരിച്ചു.